ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് ദിവസമായി നമ്മൾ ഇതുപോലൊരു ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഞായറാഴ്ച, എൻ്റെ ഒരു അവധി ദിവസം ഞാൻ എങ്ങനെയാണ്, എന്തെല്ലാമാണ് എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ ഒരു 5 മണി ഒക്കെ ആകുമ്പോൾ നമ്മൾ എണീക്കും. അപ്പോൾ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൈസ് പത്തിരിയും തലേ ദിവസത്തെ ബീഫ് കറിയും, ബീഫ് ഇങ്ങനെ എന്താ പറയുക, വെള്ളമില്ലാതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത പോലെ, പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കറി, പിന്നെ കട്ടൻ ചായ വിത്തൗട്ട് ഷുഗറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡയറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഡയറ്റാണ്, അല്ലയെന്ന് പറഞ്ഞാൽ അല്ല. കിട്ടുന്നതൊക്കെ വലിച്ചു വാരി കുറേശ്ശൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കും. അതാണ് എൻ്റെ ഡയറ്റ്. എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്നും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഒക്കെ ഈ ഒരു മുറ്റത്തല്ല, നമ്മുടെ മുറ്റത്ത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് റോട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആണ് ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കൂട്ടിനായിട്ട് നമ്മുടെ വീട്ടിലെ പൂച്ചയും കാക്കയും കോഴിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ഷെയർ എന്ത് ചെയ്യണം, അവർക്കും കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കണ ടൈം നോക്കിയിരിക്കണം ആര്, നമ്മുടെ ഈ ഒരു വീട്ടിലുള്ള അതിഥികളല്ല, വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് വരാൻ, പൂച്ചയായിട്ടും കാക്കയായിട്ടും കോഴിയൊക്കെ ആയിട്ട്. അപ്പോൾ കോഴി വന്നു, പൂച്ച വന്നു. ഇപ്പോൾ ഏകദേശം ഒരു മഴ മൂടി ഇങ്ങനെ നിൽക്കണോണ്ട് അങ്ങനെ കാക്കനെ കാണാനില്ല. അതിൻ്റെ ഇടയിൽ ഉമ്മയും സല്ലും കൂടെ മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല നെയ്മീനാണ് കേട്ടോ. എന്താ കറക്റ്റ് പേരെന്നറിയില്ല. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. അതുമാത്രമല്ല ഞായറാഴ്ച ഒരു പ്രത്യേക ഒരു ക്ലീനിങ് ആവും. എല്ലാ മുക്കും മൂലയും അതുപോലെ മാറാല തട്ടലും ഒക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ സല്ലു ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അവന് ടി വിയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശപ്പുണ്ട്, ഭക്ഷണം വേണമെന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ് സല്ലു. പക്ഷേ എന്ത് ചെയ്യും, മുഴുവനായിട്ടും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കൂല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ക്ലീനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പിന്നെ നമ്മൾ പിറ്റേ ദിവസം വീണ്ടും ആ ഭാഗം നോക്കുമ്പോൾ വീണ്ടും പൊടിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും. പോരാത്തതിനിപ്പോൾ പൊടിയൊക്കെ പാറണ ഒരു ഇതാണല്ലോ, കാലാവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇതൊരു പ്ലാന്റാണ്, ഞാനിങ്ങനെ വെറുതെ ഒരു കപ്പിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ആണ് എൻ്റെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തു, ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെയാണ്. എല്ലാ ദിവസവും വാഷ് ചെയ്യും, എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, മുക്കും മൂലയൊക്കെ ചേർത്തുള്ള ഒരു ക്ലീനിങ് ഒക്കെ നടക്കുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അന്ന് പ്രത്യേക ഒരു പണിയുണ്ടാവും. എന്താ പറയുക, നമ്മൾ ജോലിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 11:30 അല്ലെങ്കിൽ 12 മണി ഒക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുടിവെള്ളം ഇങ്ങനെ ബക്കറ്റിൽ വെക്കുകയാണ്. അതിൽ നിന്ന് എടുക്കലാണ് കുടിവെള്ളം. പിന്നെ നമ്മളെ കിച്ചണിലെ സിങ്കും റാക്കൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ആഴ്ചയിലാവും, അതല്ലെങ്കിൽ അവിടെ ക്ലീൻ ആക്കുക. അപ്പം തന്നെ ഇങ്ങനെ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുകയാണ്. ഇങ്ങനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആവും. ഭയങ്കര വീടൊക്കെ കാണുമ്പോൾ ഞാനെന്ന് പറയുന്ന ആൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം, നല്ല വൃത്തിയിൽ വീട് കിടക്കണം. അങ്ങനത്തെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഫ്രിഡ്ജ് നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കും. എങ്കിലും നമ്മുടെ സല്ലു ഏത് നേരവും ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. അവനക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ
അപ്പം നമ്മൾ ഇത്രയും നേരം തുടച്ചുകൊണ്ടിരുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ, ആ തുണി കൊണ്ട് തന്നെയാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുക്കണത്. ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ എല്ലാ ആ തട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രിഡ്ജ് നന്നാക്കി എടുക്കൽ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് വെള്ളം മുക്കി തുടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മറ്റൊരു തുണി എടുത്തിട്ട് ആണ് പിന്നെ രണ്ടാമതൊന്നും കൂടെ ക്ലീൻ ആക്കി എടുക്കട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മളെ സല്ലു ഞാൻ പറഞ്ഞല്ലോ അവനക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം. ഇപ്പോൾ സല്ലുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ആ കേക്കും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ കേക്ക് മെച്ചിയെ കഴിച്ചോട്ടെ, ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ വരും, മെച്ചി ഞാൻ ഒരു കേക്ക് കഴിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കൂട്ടാ. കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെയൊക്കെയാണ് സല്ലു. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഠായി, കേക്ക് ഇതൊക്കെ. പിന്നെ നമ്മളെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ വാങ്ങിയ ഫ്രിഡ്ജാണിത്. കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞ ഉടനെ വാങ്ങിയതാണ്. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജൊക്കെ ഒന്ന് പുതിയതാക്കാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാ 1 വർഷം കൂടെ ഒക്കെ ഇങ്ങനെ പോവുമോ നോക്കട്ടെ. അപ്പോൾ ഫ്രിഡ്ജ് നമ്മളെപ്പോഴും പുറം ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ തുടക്കണം കേട്ടോ, നനഞ്ഞ തുണി കൊണ്ടൊന്നും തുടക്കാൻ പാടില്ല. പിന്നെ നമ്മളെ പുറത്ത് ഇതുപോലത്തെ ഒരു പാത്രം കഴുകണൊക്കെ ഒരു കൊട്ടത്താളുണ്ട്. അവിടുത്തെ പൈപ്പ് ഇതുപോലെ തന്നെ ടാപ്പ് എന്ത് ചെയ്യും, വൈറ്റ് കളറുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പല കളർ വ്യത്യാസങ്ങളും വരും. അപ്പോൾ ആ ഭാഗം നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീനാക്കി ഫ്രഷ് ആക്കി എടുക്കുകയാണ്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത്. പക്ഷേ ഞാൻ കുറേ ആയി, ഇപ്പോൾ 1 വർഷത്തോളമൊക്കെ ആയി തോന്നുന്നു ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ആയിട്ട് അതിന് തുടങ്ങാമെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അടിയിലായിട്ട് ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. പഴയ പാത്രങ്ങൾ, പഴയതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ അവിടെയൊക്കെ ക്ലീനാക്കി നേരാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രഷായി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ വിശക്കുമല്ലോ, സ്വാഭാവികമായിട്ടും ലഞ്ച് ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ ഉമ്മ കായം പരത്തിയിട്ടുണ്ടായല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, അതിലേക്ക് മീൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനും ഉമ്മയെ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. സല്ലു ഉണ്ട്, പക്ഷേ സല്ലു ഈ വക മീനൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ മീൻ അവിടെ കിടന്ന് വെന്തെടുക്കട്ടെ. ഇതിപ്പോൾ പേരക്കയാണ് കേട്ടോ. അപ്പോൾ പേരക്ക ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് പറിച്ചതാ, പക്ഷേ ഒന്നും കൂടെ ആവാനുണ്ട്. നല്ല ടേസ്റ്റാണ് പേരക്ക പാലും കൂട്ടി ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇടയ്ക്കൊരു ചാറ്റൽ മഴ കിട്ടുന്നുണ്ടെങ്കിലും ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളം കുടിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പച്ചവെള്ളം മാത്രമായിട്ട് ഇപ്പോൾ കുടിക്കലില്ല, കുറച്ച് ഐസ് വാട്ടറും കൂടെ ചേർക്കും. അപ്പോൾ പകുതി സാധാ വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ ഐസും വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കുടിക്കൽ. നിങ്ങളൊക്കെ എങ്ങനെയാണോ കുടിക്കൽ? ഇങ്ങനെ കുടിക്കണതൊന്നും ഹെൽത്തി അല്ല, പക്ഷെ എന്താ ചെയ്യുക, ചൂട് കാരണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഉമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വരുമ്പോൾ ഒരു മീൻ ഫ്രൈ ചെയ്ത് വെക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ എന്താ പറയുക, ഞാൻ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മൂടി വെച്ചിട്ടാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യാറ്. ഞാൻ മുമ്പത്തെ വ്ലോഗിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോടും കൂടി ആയിട്ട് പറയാണ്, മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ സല്ലുമോനക്ക് എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, അവനക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അവനക്കൊരു ബുൾസൈ ഉണ്ടാക്കുന്നുണ്ട്. അവൻ എന്താ പറയില്ല അറിയോ, ഇംഗ്ലീഷ്കാരെ കോഴിമുട്ട എന്ന് അവന് പറയില്ല കേട്ടോ ബുൾസൈക്ക്. അപ്പോൾ ഒരു ബുൾസൈയും നാടൻ കോഴിമുട്ടേൻ്റെ ഒരു ബുൾസൈയും. അത് കഴിഞ്ഞതിന് ശേഷം അവനക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാണ്. എന്താ പറയുക, അവനക്ക് ഈ 2 കോമ്പിനേഷന് സല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്കൂളിൽ ലഞ്ചിന് ഞാൻ കോഴിമുട്ട കൊടുത്തയക്കാറില്ല. അത് തണുക്കും. അവിടെ ചെല്ലുമ്പോൾ ഉച്ചക്കല്ലേ ഭക്ഷണം കഴിക്കുക, അപ്പോൾ തണുക്കുമ്പോൾ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല, നമ്മൾ ചൂടോട് കൂടി കഴിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സല്ലുവിനും ഉരുളക്കിഴങ്ങിനെ ഫ്രൈ ചെയ്തിട്ടാണ് അധികം കൊടുത്തയക്കാറ്. പിന്നെ ഇപ്പോൾ ഇതിൽ സാധാരണ മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു നേരിയതായിട്ട് ഒരു മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ ഇങ്ങനെയും കുട്ടികൾക്കാണെന്ന് വെച്ചിട്ട് തട്ടിക്കൂട്ട് പരിപാടിയൊന്നും ഇവിടെ നടക്കൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ സല്ലൂന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ മുതിർന്നവർക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവനക്കുണ്ടാക്കൽ. എരിവ് കുറച്ച് മാത്രമേ ഇടുള്ളൂ. കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല സ്മെല്ലാവുമല്ലോ കറിവേപ്പില ഇടുമ്പോൾ. അപ്പോൾ നമ്മളും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഇത് പാവക്ക ഉപ്പേരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മോര്, ഭയങ്കര ഇഷ്ടമാണ് മോര്. നമ്മൾ ലഞ്ചിന് മോരുണ്ടാക്കുമ്പോൾ മുളക് അരിഞ്ഞിടും.
സാധാരണ ചെറിയ ഉള്ളി പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ നമ്മൾ ഒന്ന് ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം വെറും ഉപ്പും പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിടുക, എന്നിട്ട് ചോറിൻ്റെ കൂടെ ആ പച്ചമുളക് ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുക. മീൻകറി ഉണ്ടാകുമ്പോൾ പ്രത്യേക നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ മോരുകറി ചോറിൻ്റെ കൂടെ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരൊക്കെ ചോറിൻ്റെ കൂടെ മോരൊക്കെ കഴിക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ തൈരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയും കഴിക്കാറുണ്ട്. തൈരും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ചോറിൻ്റെ കൂടെ ഈ ചെറിയ ഉള്ളി ചേർക്കൽ. ചോറ് കഴിക്കുന്നതിനനുസരിച്ച് ഓരോ കടി ഇങ്ങനെ ചെറിയ ഉള്ളിയും കൂടെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നത് ഒരു എന്താ പറയുക, അതൊക്കെ ഒരു ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ചെയ്യലുണ്ടായിരുന്നു. ഇപ്പം അത് സ്ഥിരമായിട്ട് അങ്ങനെ കേട്ടോ ചെയ്യലേ. അങ്ങനെ ഇതാ ഇന്ന് മീൻ മുളകിട്ടതും പാവയ്ക്ക ഉപ്പേരി, മീൻ ഫ്രൈ ചെയ്തതും ചെറിയ ഉള്ളിയും മോരൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലഞ്ച് എന്തൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കോമ്പിനേഷനാണ് ഇഷ്ടപ്പെടുന്നത്? ഓരോരുത്തർക്കും ഓരോരോ കോമ്പിനേഷനാണല്ലോ. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ എന്താ പറയുക, ഞങ്ങൾ സല്ലൂനെയും കൊണ്ട് ഒരു പാർക്കിലേക്ക് പോയിട്ടോ. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പോക്കാണ്. പെട്ടെന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ എവിടേക്കെങ്കിലും പോവല്ലേ എന്നുള്ള ഒരു ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ എവിടുക്കാന്നില്ലാതെ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ചട്ടിപ്പറമ്പും കഴിഞ്ഞ് പടപ്പറമ്പ് പെരിന്തൽമണ്ണ റൂട്ടിൽ പടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലത്തെ ഒരു ഫുഡ് പാർക്കുണ്ട്. ഇതിൻ്റെ പേരിപ്പോൾ എന്താണെന്നാ പറഞ്ഞത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. യെസ്, ഹാജീസ് ഫുഡ് പാർക്ക്. ഭയങ്കര രസമാട്ടോ ഇവിടെ. ഇത് ഇപ്പം അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ഭയങ്കര എന്താ പറയുക, നല്ല വെളിച്ചവും നല്ല ഒരു വൃത്തിയും ഒരു പുതുക്കം, ഒരു പുതുമോടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ എങ്ങനെ ഇരിക്കാനും ഒക്കെ നല്ലൊരു സ്പേസ്, നല്ല വൃത്തി കാണാനൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ലൊരു പച്ചപ്പ്, അതായത് ഇവർ ഇങ്ങനെ പച്ച പുല്ലിൻ്റെ മാറ്റൊക്കെ ഇങ്ങോട്ട് വിരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ പുല്ലും ഉണ്ട്, ഗ്രാസ് ഉണ്ടല്ലോ നമ്മൾ ചെടികൾക്കിടയിലൊക്കെ വെക്കണം, അതുമുണ്ട്. പക്ഷേ എന്താ പറയുക, നല്ല കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാം. പിന്നെ നല്ല കാറ്റും കൊണ്ട് മുതിർന്നവർക്കും ബോറടിക്കില്ല, കാരണം നല്ല കാറ്റുണ്ട് ഇവിടെ. പിന്നെ ചെറിയൊരു മഴക്കോളൊക്കെ വരുന്നത് കൊണ്ട് നല്ല വൈബായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം പെരിന്തൽമണ്ണ കൊടുകുത്തിമല അങ്ങനെ എന്തോ ഒരു പാർക്കുണ്ട്, ഒരു മലപ്രദേശമാണ്. അവിടേക്കാണ് പോകാൻ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ സമയം വൈകി, പിന്നെ ദൂരം കൂടുതലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനും ഇതുപോലെ കുട്ടികളെ കൂടെ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. നമുക്കും വേണ്ട ഒരു എൻജോയ്മെൻ്റൊക്കെ. നമ്മളിത് കുട്ടികൾക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ അടങ്ങിയിരിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് കയറാൻ പറ്റുന്നതിലൊക്കെ നമ്മളൊന്ന് കയറി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കാണാൻ ചിലപ്പോൾ വിസിലടിയൊക്കെ വരും, മുതിർന്നവർ കയറാൻ പറ്റില്ല എന്നൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ സല്ലൂന് ഇഷ്ടപ്പെട്ടതായിരുന്നു പൂള്. അവൻ അതിലും കളിച്ചു, അടിപൊളിയായിട്ട് അവനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് പാർക്കാണല്ലോ നമ്മൾ പോയത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടപ്പെട്ട ഫുഡുണ്ട്. അപ്പോൾ സല്ലൂന് എരിവ് പറ്റാത്തതുകൊണ്ട് അവന് ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ബ്രോസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.